ഗോത്രചെണ്ടയിൽ വിതറും. അതിനൊരു കാരണമുണ്ട്. മാണ്ടർ എന്നറിയപ്പെടുന്ന ഈ ചെണ്ട ആഘോഷവേളകളിൽ ഇവർ ദൈവതുല്യമായി കാണുന്നു. മാണ്ടർ സംഗീതോപകരണം മാത്രമല്ല, മംഗളകർമ്മങ്ങളിലെ പവിത്ര വസ്തുവാണ്. വിവാഹ ചടങ്ങുകൾ മംഗളകരമാക്കാനും വധൂവരന്മാർക്ക് ഐശ്വര്യം ലഭിക്കാനുമാണ് മാണ്ടറിനെ പൂജിക്കുന്നത്. രാത്രിയാവും തോറും ആളുകൾ കൂടിക്കൂടി വരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ കുറേശ്ശെ മൗവ അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും നല്ല ഉന്മേഷത്തിലാണ്. ആർക്കും തണുപ്പ് അനുഭവപ്പെടുന്നില്ല. ഞാനാകട്ടെ തണുത്തു കുറയ്ക്കുന്നുമുണ്ട്. പ്രായമായ 2 സ്ത്രീകളുണ്ട് ഇവിടെ. നെറ്റിയിലും നെറുകയിലും മൂക്കിലും കുങ്കുമം പൂശിയ 2 പേർ. ഒരു തുണിയാണ് 2 പേരും കൂടി ചുറ്റിയിരിക്കുന്നത്. അതെന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. അവർ 2 പേരും അമ്മായിയമ്മമാരാണ്. വധുവിന്റെ അമ്മയും വരന്റെ അമ്മയും. അവരെ 2 പേരെയും കൂടി ഒരു തുണി കൊണ്ട് ബന്ധിപ്പിച്ച് മുന്നിൽ നടത്തുന്നു. പിന്നെ എന്തൊക്കെയോ കാഴ്ചദ്രവ്യങ്ങൾ കൊട്ടയിലാക്കി പിന്നാലെ ചിലർ. അവരുടെ പിന്നാലെ ബാക്കിയുള്ള ആളുകളും നൃത്തക്കാരും ചെണ്ടക്കാരും ഹോണുകൾ കെട്ടിയ ഓട്ടോറിക്ഷയുമെല്ലാം നീങ്ങുന്നു. നമ്മുടെ നാട്ടിൽ നിരോധിച്ച തരത്തിലുള്ള 6 ഹോണുകളാണ് ഓട്ടോറിക്ഷയുടെ മുകളിൽ നിരത്തി കെട്ടിയിരിക്കുന്നത്. തണുപ്പിലൂടെ ഒരു വലിയ ഘോഷയാത്ര അങ്ങനെ നീങ്ങുന്നു. നൃത്തം ചെയ്തുകൊണ്ട് തന്നെയാണ് നടത്തം. എന്നാൽ വരനെയും വധുവിനെയും ഇവിടെയൊന്നും കാണുന്നില്ല. കൊട്ടും പാട്ടുമല്ലാതെ ജാർഖണ്ഡിൽ ഒരു വിവാഹവും നടക്കില്ലെന്ന് തന്നെ പറയാം. ചെണ്ടയുടെ താളത്തിനൊത്ത് വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും നൃത്തം ചെയ്യണമെന്നതാണ് ആചാരം. വിഭിന്ന ഗോത്രങ്ങളിലുള്ളവരും പല മതവിശ്വാസമുള്ളവരുമാകട്ടെ വിവാഹാഘോഷത്തിൽ ഒരുമിച്ച് നൃത്തം ചെയ്യണം. സന്താൾ, മുണ്ട, ഉറാവോ തുടങ്ങിയ ഗോത്രങ്ങളുടെ എല്ലാം വിവാഹ രീതികൾ ഇവിടെ ഏതാണ്ട് സമാനമാണ്. ഇംഗ്ലി ഖോണ്ട എന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട് സന്താൾ, മുണ്ട ഗോത്രങ്ങളിൽ. വധുവിന്റെ അമ്മാവൻ വധൂവരന്മാരെ പുളിവെള്ളം കുടിപ്പിക്കുന്ന ചടങ്ങാണത്. ദുഷ്ചിന്തകൾ അകന്നു പോകാനും ദൃഷ്ടിദോഷം മാറാനുമാണത്രേ അത്. ജാർഖണ്ഡിലെ എല്ലാ ഗോത്രങ്ങളിലും വധുവില എന്നൊരു രീതിയുണ്ട്. വരന്റെ വീട്ടുകാർ വധുവിന്റെ വീട്ടുകാർക്ക് പണമോ കന്നുകാലികളെയോ ഭൂമിയോ നൽകുന്നതാണത്. ഘോഷയാത്ര ഓരോ വീടും പിന്നിടുമ്പോഴാണ് ആളുകൾ കൂടി വരുന്നത്. കടന്നു പോകുന്ന ഓരോ വീട്ടിലെയും ആളുകൾ ഒപ്പം ചേരുന്നത് കൊണ്ടാണത്. മുൻനിരയിൽ 2 അമ്മായിയമ്മമാർ എന്ത് ചെയ്യണം എന്നറിയാത്ത മട്ടിൽ അങ്ങനെ നിൽക്കുന്നു. വഴിയോരത്തെ കടകളിൽ ഇങ്ങനെ ചില കാഴ്ചകളുണ്ട്. കുറെ കന്നാസ് നിരത്തി വച്ചിരിക്കുന്നു. പെട്രോൾ വിൽപ്പനക്കാരാണ്. വലിയൊരു ഗോത്ര ചെണ്ടയുമായി ഒരാൾ. അയാൾ കൊട്ടുന്നൊന്നുമില്ല. തൂമ്പയാണ് മറ്റൊരാളുടെ കയ്യിൽ. ഇതൊക്കെ ഇവിടുത്തെ ആചാരത്തിന്റെ ഭാഗമാണ്. അമ്മായിയമ്മമാർ നടക്കുന്നതിന് മുൻപേയാണ് ചെണ്ടയും തൂമ്പയുമായി ആളുകൾ പോകുന്നത്. കുട്ടയിൽ കാഴ്ചദ്രവ്യങ്ങളുമായി ഒരു സ്ത്രീ. എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഗോത്രവർഗക്കാർ തുടരുന്ന ആചാരങ്ങളാണ് ഇതെല്ലാം. കുട്ടയിലുള്ളത് ക്ഷേത്രത്തിലേക്ക് നൽകാനുള്ള കാഴ്ച വസ്തുക്കളാവാം. സർണമതക്കാർ സർണസ്ഥൽ എന്ന വിശുദ്ധ സ്ഥലത്താണ് അതെല്ലാം സമർപ്പിക്കുക. അമ്മായിയമ്മമാരുടെ കയ്യിലുമുണ്ട് ചില വസ്തുക്കൾ. കടകളൊക്കെ അടച്ചു തുടങ്ങിയിരിക്കുന്നു. തുണിക്കടയും തയ്യൽക്കടയും കൂടി ചേർന്ന ഒരു സ്ഥാപനം. അതിനടുത്തൊരു പലചരക്ക് കട. അവരെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കടയിലിരുന്നാണ് അവർ ആട്ടവും പാട്ടും ചെണ്ടകൊട്ടും എല്ലാം ആസ്വദിക്കുന്നത്. ഇതൊരു വർക്ക്ഷോപ്പാണ്. ബൈക്കും സൈക്കിളും ഒക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനം. അവിടെയുള്ളവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല. വേറൊരു കൂട്ടർ വീടിന്റെ തിണ്ണയിൽ തീ കാഞ്ഞിരിക്കുന്നു. കുട്ടികളുമുണ്ട്. നേരത്തെ വന്ന ചെണ്ടക്കാരൻ വഴിയരികിലിരുന്ന് കൊട്ടു തുടങ്ങിയിരിക്കുന്നു. കുറെ നേരം അതെല്ലാം കണ്ടു നിന്ന ശേഷം ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി.